ഹലോ, കിലുക്കം വ്ളോഗ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ഈ വോയിസ് കൊടുക്കുമ്പം പുറത്ത് ഭയങ്കര മഴയാണ്. അതിൻ്റെ ചെറിയ ഡിസ്റ്റർബൻസ് ചിലപ്പം ഈ സൗണ്ടിൽ കാണും. രാവിലെ മഴക്കാറൊക്കെ അങ്ങോട്ട് മാറി ആകാശമാണ് കേട്ടോ. ചെറിയ ചാറ്റൽ മഴയുള്ളായിരുന്നു, വലിയ കോള് കഴിഞ്ഞുള്ള ഒരു തെളിഞ്ഞ ആകാശമാണ്. ഇന്ന് രാവിലെ ഇച്ചിരി ക്ലീനിങ് ആവാമെന്ന് കരുതി. പെരയ്ക്കകമൊക്കെ ഒന്ന് വൃത്തിയാക്കാൻ വലിയ അഴുക്കൊന്നുമില്ല, എന്നാലും ഒന്ന് തൂത്തിടാമെന്ന് കരുതി. ഇന്ന് അഴുക്കില്ലാത്തതിന് കാരണം കുക്കു വാവച്ചന് ഇവിടെ ഇല്ലാത്തത് കൊണ്ടാണ്. കുക്കുട്ടനുണ്ടെങ്കിൽ എപ്പോഴും പേപ്പറിൻ്റെ പരിപാടിയാണ്. കുഞ്ഞിന് പേപ്പർ ക്രാഫ്റ്റ് ഭയങ്കര ഇഷ്ടമാണ്. എന്തെങ്കിലുമൊക്കെ ചെയ്തുകൊണ്ട് ഇങ്ങനെ ഇരിക്കും പേപ്പറിനകത്ത്. അത് പക്ഷെ ഞാനളെ വഴക്ക് പറയത്തില്ല കേട്ടോ, പ്രോത്സാഹിപ്പിക്കാറുണ്ട്. വേണ്ട ക്രാഫ്റ്റിന് വേണ്ട സാധനങ്ങളൊക്കെ വാങ്ങിച്ച് കൊടുക്കാറുമുണ്ട്. അതുകൊണ്ടൊക്കെ കുഞ്ഞ് ഹാപ്പിയാണ്. അവൾക്ക് എന്തോ ഇഷ്ടമെന്ന് വെച്ചാൽ അത് ചെയ്യുന്നതല്ലേ നല്ലത്. മോൾ 8ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്. നമ്മുടെ പോപ്പൈസിലാണ് പഠിക്കുന്നത്, കറ്റാണം പോപ്പൈസിൽ. പിന്നെ മഴ ശക്തിയായിട്ട് വരാനിരിക്കുന്നതല്ല ഉള്ളൂ. പുതിയ യൂണിഫോമും ബാഗും ഒക്കെ ഇട്ട് കൊണ്ടുവരുന്ന കുഞ്ഞുങ്ങളെ വെറുതെ നനയിക്കാനായിട്ടുള്ള പ്രകൃതിയുടെ വികൃതി. ഇനി നമ്മൾ തൂത്തുവാരാൻ പോകുന്നത് ഈ വീട്ടിലെ ഏറ്റവും വലിയ വൃത്തിക്കാരനായ എൻ്റെ പൊന്നുമോൻ്റെ മുറിക്കകത്താണ്. അതിനകം നമ്മളങ്ങനെ തുടയ്ക്കാനും തൂക്കാനും ഒന്നും ചെല്ലേണ്ട കാര്യമില്ല. പുള്ളി എപ്പോഴും നീറ്റ് ആൻഡ് ക്ലീൻ ആക്കി ഇട്ടേക്കും. പിന്നെ ഇന്ന് ട്യൂഷന് പോയപ്പോൾ രാവിലെ ആ ബെഡ് ഇച്ചിരി മാറിക്കിടന്നത് കൊണ്ട് ഞാനൊന്ന് കയറിയെന്നേ ഉള്ളൂ. അല്ലെങ്കിൽ പുള്ളിയുടെ റൂം പുള്ളി എപ്പോഴും ക്ലീൻ ആക്കുന്നത്. അതിനകത്ത് നമ്മൾ ചെന്ന് നോക്കുകയേ വേണ്ട. പിന്നെ ഈ വർഷം 10ാം ക്ലാസ്സിലായതുകൊണ്ട് രാവിലെ ട്യൂഷൻ തുടങ്ങി, അതൊക്കെ പഠിക്കണം, അതിൻ്റെ തിരക്കിലാണ് ആൾ. ഇന്നിനി നമുക്ക് എൻ്റെ കുറച്ച് പച്ചക്കറി കൃഷിയൊക്കെ ഒന്ന് കാണാം. നല്ല കൃഷിയൊക്കെ ഉണ്ടായിരുന്നു, ഇപ്പോൾ ലാസ്റ്റ് വിളവാണ്. അതാണ്ട് ഞാൻ ഈ എത്തുന്നത് എൻ്റെ വെണ്ടയ്ക്ക കൃഷിയിലേക്കാണ് കേട്ടോ. ഇത് ആനക്കൊമ്പൻ വെണ്ടയാണ്. ഞാനൊരു ഓൺലൈൻ പേജിൽ നിന്ന് വാങ്ങിച്ചതാണ് ഇതിൻ്റെ അരി. ഇതിനകത്ത് ആദ്യം ഉണ്ടായ 2 വെണ്ടയ്ക്ക ഞാൻ ഇതിൻ്റെ വിത്തെടുക്കാനായിട്ട് നിർത്തിയിട്ടുണ്ട്. നല്ല രീതിയിൽ വിളവ് തരുന്ന വെണ്ടയാണ് കേട്ടോ. എനിക്ക് തോന്നുന്നു ഒരു 3 മൂടുണ്ടെങ്കിൽ ഒരു വീട്ടിൽ സുഖമായിട്ട് ഒരു 4 ദിവസം കൂടുമ്പോൾ മെഴുക്കുക കേട്ടോ. ഇത്തിരി കുഞ്ഞൻ തണ്ണിമത്തൻ തന്നെ ഉണ്ടായിട്ടുണ്ട്. എങ്ങനെയോ സീഡ് വീണ് ഗ്ലച്ചാണ്. പിന്നെ ഇത് നമ്മുടെ റെഡ് ലേഡി പപ്പായ കേട്ടോ. അകം മുറിക്കുമ്പം ചെങ്കല്ല് കളറിൽ വരുന്ന പപ്പായയില്ലേ. പിന്നെ ഇനിയുള്ളത് ടെറസിലാണ് കൃഷി. ടെറസിലെ കൃഷിയൊക്കെ ഏകദേശം കഴിഞ്ഞു. ഒരു ശോക അവസ്ഥയായി കാണുന്നത്. എൻ്റെ ടെറസ് ഒരു 3 മാസം മുമ്പ് എങ്ങനെയാണെന്നുള്ളത് നിങ്ങളെ ഞാൻ കാണിക്കാം. എനിക്ക് സത്യത്തിൽ വിഷമമാണ് ഇപ്പോൾ ഈ ടെറസിലോട്ട് വരുമ്പം. ഇപ്പം വേണ്ട ലാസ്റ്റ് ഘട്ടത്തിലെ കുറച്ച് തക്കാളിയും വെണ്ടയ്ക്കായും മാത്രമേ ഉള്ളൂ ഇവിടെ മുറിക്കാം. പിന്നെ കുറേ വഴുതനങ്ങ ഉണ്ടായിരുന്നു. ഈ വഴുതനങ്ങ നല്ല സൈസ് നീളമുള്ള ടൈപ്പ് വഴുതനങ്ങ, മറ്റേ ഉരുണ്ട വഴുതനങ്ങ ഉണ്ടായിരുന്നു. കുറച്ച് ചീര ഉണ്ടായിരുന്നു. ഒരു 3 മാസം മുമ്പേ ഉള്ള എൻ്റെ ടെറസായി കാണുന്നത്. നല്ല പച്ചപ്പും എനിക്ക് നല്ലൊരു ഫ്രഷ്നെസ് ആയിരുന്നു ഈ കൃഷി ചെയ്തപ്പോൾ കേട്ടോ. ഇത് നമ്മുടെ ക്യാബേജാണ്. എനിക്ക് കൃഷിഭവനിൽ നിന്ന് ഏട്ടന് കിട്ടിയതാണേ. ക്യാബേജ് നല്ലപോലെ ഉണ്ടായി, പക്ഷേ കോളിഫ്ലവർ എന്നെ ചതിച്ചു. പൂത്തിങ്ങനെ കാണിച്ചെങ്കിലും നമ്മുടെ കാലാവസ്ഥ അപ്പോഴത്തേക്ക് നല്ല ചൂടായില്ലേ, അപ്പോൾ അതങ്ങ് പോയി. തക്കാളിക്കൊക്കെ ഇഷ്ടം പോലെ ഉണ്ടായി. ഇത് ഞാനൊരു ഷോർട്സിന് വേണ്ടി അന്നെടുത്ത വീഡിയോ, അതുകൊണ്ടാണ് ഇങ്ങനെ ഷോർട്സിൻ്റെ സ്ക്രീൻ വരുന്നത്. ആൻഡ് ആ കാണുന്നത് കടുകിൻ്റെ പൂവാണ് കേട്ടോ. ഞാൻ വെറുതെ ഇട്ട് കിളിപ്പിച്ചാൽ, പക്ഷേ അത്ര ബലമായില്ല. അതുപോലെ വേറൊരു സാധനം, ഞാൻ പെരുംജീരകം ഒരു യൂട്യൂബർ ഇങ്ങനെ പെരുംജീരകം കിളിപ്പിച്ചേക്കുന്നതാണ്. ഞാൻ ചുമ്മാതെ കുറച്ച് പെരുംജീരകം കൊണ്ടിട്ടപ്പോൾ അതിനകത്തൊന്ന് കിളിച്ച, പക്ഷേ അത് പൂത്തൊന്നുമില്ല. എന്നാലും നല്ല രസമായിരുന്നു അത് കാണാനായിട്ട്. ഒരു 2-3-4 മൂടുണ്ടായിരുന്നു. അതിപ്പോൾ കരിഞ്ഞ് നിൽപ്പുണ്ട്, പക്ഷേ ഒന്നും ഉണ്ടായില്ല. ഈ ടെറസിലെ കൃഷി മറ്റുള്ളവരുടെ പ്രചോദനം കൊണ്ട് ചെയ്തതാണ്. പക്ഷേ ഒരു കാര്യമുണ്ട്, ഇതിനകത്ത് ഈ മണ്ണ് മേളിലെത്തിക്കുക എന്നുള്ളത് ഭയങ്കര ടാസ്ക്കായിരുന്നു. പിന്നെ എൻ്റെ ആഗ്രഹങ്ങൾക്കൊക്കെ കുട പിടിക്കുന്ന ഒരു പാവം പിടിച്ച മനുഷ്യനാണ് എൻ്റെ ചേട്ടായി. ചേട്ടൻ എങ്ങനെയൊക്കെയോ കുറേ മണ്ണുകളെല്ലാം മേളിലാക്കി തന്നു. താഴേന്ന് ബക്കറ്റിൽ കോരി വെച്ച് കൊടുക്കും, അത് മേളിലാക്കി കയറ് കൊണ്ട് വലിച്ച് എടുത്ത് അങ്ങനെയാണ് ഇത്രയും ആവശ്യത്തിനുള്ള മണ്ണ് വന്നത്. ഈ വെണ്ടയൊക്കെ നല്ലതുപോലെ നാടൻ വെണ്ടയ്ക്കായിരുന്നല്ലോ, നല്ലതുപോലെ വെണ്ടയ്ക്കൊക്കെ പറിച്ചത് കേട്ടോ. കുറച്ച് പാവയ്ക്ക, പയർ, പിന്നെന്തുവായിരുന്നു ഉണ്ടായിരുന്നത്, പാവയ്ക്കായും പയറും നല്ല രീതിയിലുണ്ടായി കേട്ടോ. പയറൊക്കെ ഞങ്ങൾ ഒത്തിരി നാൾ ഉപയോഗിച്ചായിരുന്നു. അത് കോളിഫ്ലവർ മാത്രമേ ഉള്ളൂ ഉണ്ടാവാതിരുന്നതെന്നല്ല, അത് നമ്മുടെ കാലാവസ്ഥയ്ക്ക് പറ്റത്തില്ലായിരുന്നു. അപ്പം ഞാൻ ചെയ്യുന്ന വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും, ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ അതൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും,
ബെൽ ബട്ടൺ അമർത്തിയിട്ട് ഓൾ ഓപ്ഷൻ കൊടുക്കാനും ഒക്കെ മറക്കരുത്. എന്നാൽ മാത്രമേ ഞാൻ ചെയ്യുന്ന വീഡിയോസിൻ്റെ ഫുൾ നോട്ടിഫിക്കേഷൻ വരത്തുള്ളൂ. ഞാൻ പറഞ്ഞില്ലായിരുന്നു, ആ റെഡ് ലേഡി പപ്പായയിലുണ്ടായ പപ്പായാണിത്. ഇത് നമുക്ക് ഒരു ഷേക്ക് ഉണ്ടാക്കി ഞാൻ കാണിക്കാം നിങ്ങളെ, പപ്പായ ഷേക്ക് എങ്ങനെ തയ്യാറാക്കുമെന്ന്. ഓക്കെ, ബൈ ബൈ.